ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് ഞങ്ങൾ ഒരു സ്റ്റേക്കേഷന് പോയ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. വേൾഡിലെ തന്നെ ഏറ്റവും ടോളസ്റ്റ് ഹോട്ടൽ എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുള്ള ഹോട്ടൽ ഗവോറയിലാണ് ഞങ്ങൾ ഇത്തവണ സ്റ്റേക്കേഷന് പോയത്. ഇത് ഞങ്ങളുടെ യുഎയിലെ സെക്കൻഡ് സ്റ്റേക്കേഷനാണ്. രണ്ട് സ്റ്റേക്കേഷനും ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലായിരുന്നു. ഫസ്റ്റ് സ്റ്റേക്കേഷൻ്റെ കുറച്ച് ക്ലിപ്സ് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സ്റ്റേക്കേഷൻ്റെ വിശേഷങ്ങളിലേക്ക് തിരിച്ചു തരാം. മേക്ക് മൈ ട്രിപ്പ് ആപ്പ് ത്രൂ ആണ് നമ്മൾ ഈ ഹോട്ടൽ ചൂസ് ചെയ്തതും റൂം ബുക്ക് ചെയ്തതെല്ലാം. അതിൽ തന്നെ ഷെയ്ഖ് സായിദ് റോഡ് വ്യൂ വരുന്ന റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. റൂം നമുക്ക് ആപ്പ് ത്രൂ ബുക്കിംഗ് ടൈമിൽ തന്നെ ചൂസ് ചെയ്യാമെങ്കിലും ഫ്ലോർ ഏതാണെന്നുള്ളത് ചെക്ക് ഇൻ ചെയ്യുന്ന ടൈമിലാണ് അവരുടെ അവൈലബിലിറ്റി അനുസരിച്ച് അവർ തരിക. പക്ഷെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, മാക്സിമം ഹയസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ഫ്ലോറിലുള്ള റൂം തരാൻ പറ്റുമെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. അങ്ങനെ ഞങ്ങൾ ഇത്തവണയും ചോദിച്ചു. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്ന് വിചാരിച്ചിട്ട് ചോദിച്ചു നോക്കിയതാ. പക്ഷേ 75 നിലയുള്ള ഈ ഹോട്ടലിൽ നമുക്ക് കിട്ടിയത് 70th ഫ്ലോർ ആയിരുന്നു. ഓൾമോസ്റ്റ് ടോപ്പ് തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അത്രയും മേലെ നിന്നുള്ള ആ ഒരു വ്യൂ എങ്ങനെയായിരിക്കും എന്ന് കാണാനായിട്ട്. ബിക്കോസ് നമ്മൾ ചൂസ് ചെയ്തത് തന്നെ ഷെയ്ഖ് സായിദ് റോഡ് വ്യൂ ഉള്ള റൂമായിരുന്നല്ലോ. അപ്പോൾ അതെങ്ങനെയായിരിക്കും എന്ന് കാണാൻ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ലിഫ്റ്റൊക്കെ കയറി ഞങ്ങൾ ആ വ്യൂ കാണാനായിട്ട് എത്തി. നല്ലതായിട്ടുണ്ട്. അങ്ങനെ 70ാം നിലയിലെത്തി ലിഫ്റ്റ് ഇറങ്ങി വരുമ്പോഴുള്ള പാസേജ് എന്നുള്ള വ്യൂ നമ്മൾ ആദ്യം തന്നെ കണ്ടു. അത് തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു. ഇനി കാണേണ്ടത് റൂമിൽ നിന്നുള്ള വ്യൂ എങ്ങനെയാണെന്നാണ്. ഇത്ര തന്നെയാണോ അതഞ്ഞ് വേറെ സൈഡുകളും കവർ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയണ്ടേ. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ഓടിച്ചാടി റൂമിലേക്ക് കയറി. പക്ഷെ അപ്പോഴാണ് ഒരു കാര്യം അറിയിച്ചത്, നമ്മൾ റൂം ടൂർ എടുത്തില്ലല്ലോ. അങ്ങനെ കേർട്ടൻസ് എല്ലാം ഓപ്പൺ ആക്കി വീണ്ടും പുറത്ത് വന്ന് ആദ്യം റൂം ടൂർ എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഉള്ളിലേക്ക് കയറി. അപ്പോൾ നമുക്ക് റൂം കണ്ടാലോ. അവിടെ അറ്റത്ത് കാണുന്നത് കടലാണ് കേട്ടോ. നമ്മൾ അത്രയും ഹൈറ്റിലായതുകൊണ്ട് നമുക്ക് ദുബായിയുടെ കടൽ വരെ റൂമിലിരുന്നാൽ കാണാൻ പറ്റുമായിരുന്നു. പിന്നെ പീക്ക് സമ്മർ ആയതുകൊണ്ട് ചെറിയൊരു മൂടലുണ്ടെന്ന് മാത്രം. യൂഷ്വലി ഈ ഹോട്ടലിൽ 3 മണിക്കാണ് ചെക്ക് ഇൻ ടൈം. പക്ഷെ ഞങ്ങൾ ഇത്തവണ കുറച്ച് നേരത്തെ എത്തി. റൂംസ് എല്ലാം അവൈലബിൾ ആയിരുന്നതുകൊണ്ട് അവർ നമുക്ക് ഏർലി ചെക്കിങ് പോസിബിൾ ആക്കി തന്നു. അപ്പോൾ നമ്മൾ എത്തിയ വഴി യേസുവിനെ ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് യേസുവിനെ ഒന്ന് ഉറക്കി. ബിക്കോസ് അവനൊന്ന് ഉറങ്ങി എണീറ്റ് പിന്നെ അവൻ ഫുൾ ഉഷാറായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ചെറിയൊരു വാശി വരും. അപ്പോൾ ആ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടിയാൽ പിന്നെ നമ്മൾ സേഫാണ്. സമ്മർ ആയതുകൊണ്ട് തന്നെ നമ്മൾ അധികം ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്തൊരു ഹോട്ടൽ മതി. മാക്സിമം ഉള്ളിൽ തന്നെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഹോട്ടൽസാണ് നമ്മൾ തപ്പിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഹോട്ടൽ ചൂസ് ചെയ്തത്. ഇനി നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഫ്രഷായി പുറത്തൊക്കെ പോയി ഒരു ചായയൊക്കെ കുടിച്ച് വന്നിട്ട് നമുക്ക് പൂൾ സൈഡൊക്കെ ഒന്ന് പോയി കാണണം. നമ്മൾ എത്തിയ വഴി ഇവനെ ഉറക്കാനുള്ളൊരു കഷ്ടപ്പാടിലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇനി പൂളും ഹോട്ടലിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് പോയി കാണണം. അതിനുശേഷം നമുക്ക് വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പൂളിൽ ഇറങ്ങാനായിട്ട് പോകണം. ചൂടായതുകൊണ്ട് തന്നെ ഒത്തിരി നേരത്തെ പൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യമില്ല. അതുകൊണ്ട് നമ്മളൊരു സൺസെറ്റ് ടൈമോട് കൂടി പൂളിൽ പോകാനായിരുന്നു പ്ലാൻ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പൂള് കാണാനായിട്ട് വന്നു. പൂള് വരുന്നത് ആക്ച്വലി പാർക്കിങ്ങിൻ്റെ ബിൽഡിങ്ങിൻ്റെ റൂഫ് ടോപ്പിലാണ്. റൂഫ് ടോപ്പ് പൂളാണ് ഈ ഒരു ഹോട്ടലിനുള്ളത്. ഈ ഒരു പാസേജിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ പൂള് കാണാം. ഇവിടെ തന്നെയാണ് ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ജിമ്മും ഉള്ളത്.
പൂളിൽ ഓൾറെഡി ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂളൊന്ന് കണ്ടു കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോയപ്പോൾ അവിടെ ഒരു അടിപൊളി സൺസെറ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ നിന്ന് കണ്ട് അതൊന്ന് ആസ്വദിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റൂമിൽ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും പൂളിലേക്ക് വന്നു. അതെ, വെള്ളത്തിൽ കളിക്കാൻ അതെന്താ പൂളിൽ കളിക്കാനല്ലേ വന്നേ? ഇത്തവണ എന്തോ യേശുവിന് വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് നല്ലൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. പൊതുവേ അവന് പൂളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത്തവണ ഒരു ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ കാരണം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവൻ്റെ കൂടെ നിന്ന് അവനെ കംഫർട്ടബിൾ ആക്കി എടുത്തു. പിന്നെ അവൻ നന്നായി എൻജോയ് ചെയ്തു. ഇതാണ് നമ്മൾ നിന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ വേൾഡിലെ ടോളസ്റ്റ് ഹോട്ടൽ. ഇവിടെ മെയിനായിട്ട് 3 തരം പൂളാണുള്ളത്. ഒന്ന് അഡൾട്ട്സിനൊക്കെ വേണ്ടിയിട്ടുള്ള അത്യാവശ്യം ഡെപ്ത് ഉള്ള ഒരു പൂള്, പിന്നെ കിഡ്സിനായിട്ടുള്ള ഡെപ്ത് കുറഞ്ഞിട്ടുള്ള പൂള്, അതിലാണ് പെസു കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ജക്കൂസി എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ചൂട് വെള്ളത്തിൽ ഇങ്ങനെ നല്ല ഫോഴ്സിൽ വെള്ളം വരുന്നതിലൊക്കെ ഇങ്ങനെ നല്ല എന്താ പറയുക, നല്ലൊരു റിലാക്സിങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ജക്കൂസി എന്ന് പറയുന്നത്. ആ പരിപാടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ 2-2.5 മണിക്കൂറോളം പൂളിലൊക്കെ നല്ലതായിട്ട് എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ചു ഞങ്ങൾ. അത് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ടയേർഡായി. എല്ലാവരും നല്ല ചൂട് വെള്ളത്തിൽ നല്ലൊരു കുളിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഡിന്നർ കഴിക്കാനായിട്ട് പോയി. നല്ലൊരു മന്തിയൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ പോയത് കരാമേൽക്കാണ്. അവിടെ ഞങ്ങൾ കേക്ക് വാങ്ങിക്കാൻ പോയതാണ്. ചെറിയൊരു കേക്കേ ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെയുള്ള ഹബീബ് ബേക്കറിയിൽ പോയിട്ട് ഞങ്ങൾക്ക് പറ്റിയ ചെറിയൊരു കേക്ക്, പേരിനൊന്ന് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ബിക്കോസ് ആനിവേഴ്സറി ആണല്ലോ. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് കേക്ക് കട്ട് ചെയ്തു. ഗുഡ് മോർണിംഗ്. ഒരു 5:30 ആയപ്പോൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എണീറ്റിരുന്നു. ഒരു 6:15 ആയപ്പോഴേക്കും സൺറൈസൊക്കെ കഴിഞ്ഞു. പിന്നെയും ഒരുപാട് സമയം ഉണ്ടായിരുന്നു. ഞാൻ വീണ്ടും പോയി കിടന്ന് ഉറങ്ങി. എന്നിട്ട് ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളൊക്കെ എണീറ്റ്
ഫ്രഷായി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അവിടെ ഒരുപാട് സീറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു വലിയൊരു ഏരിയയിലാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഓപ്ഷൻസൊക്കെ ഭയങ്കര കുറവായിരുന്നു. അതുപോലെ തന്നെ ടേസ്റ്റും ഒരു ആവറേജ് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയൊക്കെ ഞങ്ങൾ വേഗം തീർത്തു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പൂൾ സൈഡിലേക്ക് വീണ്ടും പോയി. പൂളിൻ്റെ സൈഡിൽ നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാം. അവിടെ നല്ല വ്യൂ ആണ്. അപ്പോൾ അത് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് പോയി. പക്ഷേ ഭയങ്കര വെയിലായിരുന്നു. എന്തൊരു ചൂടായിരുന്നു. വേഗം 1-2 ഫോട്ടോസ് എടുത്ത് ഞങ്ങൾ വേഗം പരിപാടി അവസാനിപ്പിച്ച് റൂമിൽ വന്നു. പിന്നെ കുറച്ച് ഫോട്ടോസ് റൂമിൽ നിന്ന് എടുത്തു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു സ്റ്റേക്കേഷന് ടാറ്റ ബൈ ബൈ പറയേണ്ട ടൈമായി. ചെക്കൗട്ടിൻ്റെ ടൈമായപ്പോൾ നമ്മൾ റൂമിനും ആ വ്യൂവിനും ഒക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ ഇറങ്ങി. ഇനി നല്ലൊരു സ്റ്റേക്കേഷൻ ഇനിയും പോകാൻ പറ്റട്ടെ അല്ലേ. അപ്പോൾ കഴിഞ്ഞില്ല. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് സ്റ്റേക്കേഷൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. സമയമുള്ളവരൊക്കെ അത് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഈ വീഡിയോയും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രം ഡിസ്ന.